ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാനൊരു കാര്യം റീസ്റ്റാർട്ട് ചെയ്തു. ന്യൂ ഇയറിൻ്റെ റെസൊല്യൂഷനിൽ വരുന്ന ഓരോരോ കാര്യങ്ങളാണിത്. ഞാൻ എൻ്റെ പാഷൻ ഫോളോ ചെയ്യാനായിട്ട് തന്നെ തീരുമാനിച്ചു. എപ്പോഴും ഓരോ എക്സ്ക്യൂസസ് പറയും. ഇതിനു മുൻപ് പഠിക്കുക എന്നുള്ള എക്സ്ക്യൂസസ് ആയിരുന്നു. പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണം, അതൊരു എക്സ്ക്യൂസ്. ജോലി കിട്ടിയിട്ട് ജോയിൻ ചെയ്യാം, അങ്ങനെ ഒരു എക്സ്ക്യൂസ്. പിന്നെ ആലോചിച്ചു, ജീവിതത്തിൽ എല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്ത് തീർക്കാനായിട്ട് പറ്റത്തില്ല. എപ്പോഴും നമ്മൾ അതാണല്ലോ ലൈഫ്. എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. അതിങ്ങനെ നമ്മൾ പതിയെ പതിയെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക എന്നല്ലാതെ അതെല്ലാം സെറ്റാക്കി നമ്മൾ ഒരു ബുദ്ധിമുട്ടില്ലാത്ത സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് നടക്കില്ല എന്ന് മനസ്സിലായി. കാര്യം ശരിയാണ്. ഈ ശരീരവേദനയും ഈ എന്താ പറയുക, ബോഡി പെയിനൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു വിഷമമാണ്. പക്ഷേ അത് അതിജീവിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരിതിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം എന്തായാലും ഡാൻസ് ക്ലാസ്സിന് ഞാൻ മക്കളുടെ ഒപ്പം ജോയിൻ ചെയ്തു. അതിനപ്പുറം വലിയ സന്തോഷമുണ്ടോ? ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ് മക്കളുടെ ഒപ്പം ഒരു വട്ടമെങ്കിലും കളിക്കാൻ പറ്റണമെന്ന്. ഇനി നാട്ടിൽ പോണ സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് കളിക്കണം, ഒരു സ്റ്റേജെങ്കിലും എന്നുള്ള പ്രതീക്ഷയിലാണ്. അതൊക്കെ വലിയ വലിയ ആഗ്രഹങ്ങളാണ്. ചിലപ്പോൾ കേൾക്കുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും എനിക്കതൊരുപാട് വലിയ ആഗ്രഹമാണ്. കുറേ വർഷങ്ങളായിട്ട് എൻ്റെ ഉള്ളിൽ കിടക്കുന്നൊരാഗ്രഹം അത്. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല, ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ. പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇവരുടെ ഒപ്പം കളിച്ചിട്ട്. ആ ഒരു ഫീലുണ്ടല്ലോ, 1 hour പ്രാക്ടീസ് ചെയ്ത് ഒരു ഭയങ്കര സന്തോഷം കേട്ടോ. അവരെനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് മറന്നു പോകുന്ന കൂട്ടത്തിലാവുന്നുണ്ട്. അത് നമ്മുടെ ഏജൊക്കെ ഒരു ഫാക്ടറാണല്ലോ, അതായിരിക്കും. അപ്പോൾ അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. ഒന്നും ഞാൻ മറക്കാതെ കളിക്കുമ്പോൾ തന്നെ ഭയങ്കര എൻകറേജ്മെൻറ്റാണ്. ഇങ്ങനെ ഒരു മക്കളെ കിട്ടാനും ദൈവത്തിനോട് ഞാൻ ഭയങ്കര നന്ദി പറയണം. ഭയങ്കര സന്തോഷമാണ് ആ കാര്യത്തിൽ. അങ്ങനെ രണ്ടാമത്തെ ചുവട് വെച്ച് തുടങ്ങി. ദുബായിലുള്ളപ്പോൾ ഡാൻസ് ക്ലാസ്സിന് പോകുമായിരുന്നു. പക്ഷേ ഇപ്പം ഭയങ്കര സന്തോഷമായി രണ്ടാമത്തേതൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പം. ഒരു ഹാപ്പിനെസ്സാണ് ശരിക്കും. ആ ഒരു മണിക്കൂറൊന്ന് കളിച്ച് കഴിഞ്ഞ് വരുമ്പം ഒരു ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്.